ഇതൊരു സ്കാമായിട്ടൊരു ബോട്ടിനെ കുറിച്ചാണ് പറയുന്നത്. സിഗ്മ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പലരും ഇപ്പം പല ഇൻഫ്ലുവൻസർമാരും ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇട്ട് നിങ്ങളിപ്പം ഇപ്പോൾ പാവസിൻ്റെ പോലെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നമ്മളിപ്പോൾ ആംസ്റ്റർ കളിച്ചു അങ്ങനെയൊക്കെ കളിച്ചതിൻ്റെ ഒരു സ്കോർ വെച്ച് അറിയുന്നതാണ്. പക്ഷേ ഇതൊരു സ്കാമാണ്. സ്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഏൺ സെക്ഷനിൽ നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ ചെക്ക് 1 ഡേ 0.1 ടോൺ. അപ്പോൾ ഒരു 10 ദിവസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ടോണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി എത്ര പേര് ഇത് വലിയ രീതി എമൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ടെലിഗ്രാമിൻ്റെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് റീസെൻ്റിലായിട്ട് വന്ന ടോമയെന്ന് വെച്ചാൽ മാക്സിമം എല്ലാവരും പൈസ ഇട്ട് ആ ഒരു പൈസ ഇട്ടതിൻ്റെ പോലും കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഒരു 500 രൂപ ഇട്ടെങ്കിൽ ഒരു 100 രൂപയായിരിക്കും റിട്ടേൺ കിട്ടി. അതുകൂട്ടുള്ളൊരു വേസ്റ്റായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇപ്പോൾ ഉള്ള ടെലിഗ്രാം പ്രോജക്റ്റുകളെല്ലാം വേസ്റ്റാണ്. പിന്നെ കമ്മ്യൂണിറ്റി ഗെയിമിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരാൾ എൻ്റെ റഫറൽ വഴി ഒരാൾ അങ്ങനെ കയറി. അപ്പം അയാൾക്ക് ആരായാലും ആ ഒരു ബ്രോയ്ക്ക് ഒരുപാട് നന്ദി. എന്തൊക്കെയായാലും അത്രയും കിട്ടിയല്ലോ, ഒരു 1000 എത്ര അങ്ങോട്ട് സംതിങ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം അതിന് അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ കയറും. എന്ന് വെച്ചാൽ നിങ്ങൾ ഓവർ പ്രോട്ടോകൾ കണ്ടു കാണാം. അതെനിക്കൊരു 40 എണ്ണം കിട്ടിയായിരുന്നു. അതെന്ന് വെച്ചാൽ 0.22 സെൻറ്റ് വരെ പോയി. എന്ന് വെച്ചാൽ ആ ഒരു ലിസ്റ്റിങ് അത് നല്ല രീതിയിൽ പോയി. ഇതെന്ന് വെച്ചാൽ ബൈനാൻസും അങ്ങനെ കോയിൻ ബേസും എല്ലാം ബാക്ക് ചെയ്യുന്ന വലിയൊരു സംഭവമാണ്. വലിയ ബില്യൺ കണക്കിന് ഫണ്ടിങ് ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഗെയിമിംഗ് എന്നൊരു കമ്പനി. അപ്പോൾ അവർ ഓരോ ഗെയിമിനെ ഹോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രൈസ് പോവും. ഇപ്പോൾ ഈ ചെറുതായിട്ട് പോയെങ്കിലും ബാക്കി നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതാണെങ്കിലും ഒരു ഭാവിയിൽ $1 $2 പോകും. ഗെയിമിംഗ് സെക്ടറൊക്കെ വളരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതും മനസ്സിലാക്കണം. അത് നല്ലൊരു പ്രൊജക്റ്റാണ്. ഒരു വലിയ സപ്ലൈ ഉള്ളൂ. അപ്പം അതൊക്കെയെന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് കിട്ടുന്ന ഈ ഒരു ടെലിഗ്രാമിൽ നമ്മളിപ്പോൾ പൈസ ഇട്ടാൽ പോലും ഒന്നും കിട്ടില്ല. ടോമയൊക്കെ ആണെങ്കിൽ പൈസ ഇട്ടിട്ട് 500 രൂപ ഇട്ടെങ്കിൽ 100 രൂപ കഷ്ടിച്ച് തിരിച്ച് കിട്ടി കാണും. അതാണ് ടോമ പോലുള്ള അതുകൂട്ട് സ്കാമാണ്. ഇപ്പോൾ ടെലിഗ്രാമിൻ്റെ മിക്ക ബോട്ട് സ്കാമാണ്. ഇത് സ്കാമെന്ന് പറയാനുള്ള കാരണം ഇത് കണ്ടോ, ചെക്ക് 1 ഡേ 0.1 ടോൺ. എത്ര പേര് ഇതുകൂട്ട് കൊടുക്കും. എന്നിട്ട് ഈ അവസാനം ഇവർ ഞങ്ങൾ അന്ന് വരുന്നു ഇന്ന് വരുന്നു എന്നിട്ട് പറയും ഞങ്ങൾ ഇന്ന് വരുന്നില്ല അടുത്ത മാസം വരും. എന്നിട്ട് ആ ഒരു ഡേറ്റ് ആകുമ്പോൾ പറയും ഞങ്ങൾ അടുത്ത മാസം. അങ്ങനെ മാക്സിമം ഇവരിങ്ങനെ ദിവസങ്ങൾ കൂട്ടുന്ന നിങ്ങൾ വിചാരിച്ചാൽ അത് നല്ലതാണ്. ഒരിക്കലും അല്ലേ. ഇവർ മാക്സിമം പൈസ എങ്ങനെ മേടിക്കാം. അപ്പോൾ W കോയിൻ്റെ തന്നെ നിങ്ങൾ കണ്ടു കാണും. അതെന്ന് വെച്ചാൽ ആദ്യം അവർ പറഞ്ഞ് ഡിസംബർ വന്നിട്ട് ഡിസംബർ 25 ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഞങ്ങൾ ജനുവരി 25 ലിസ്റ്റിങ്. അപ്പോൾ ജനുവരി 25 ആയിട്ട് പോലും ഒരു കോപ്പും ഉണ്ടായില്ല. അവസാനം അന്ന് വന്നിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ ഫെബ്രുവരി 25 വരുമെന്ന്. അങ്ങനെ പറയും. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ അവർക്ക് മാക്സിമം പൈസ മേടിക്കാമല്ലോ. അത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ W കോയിൻ മാക്സിമം ഫാമേഴ്സിൻ്റെ നിന്ന് പണം മേടിക്കുക. MFI അങ്ങനെ എല്ലാ പ്രോജക്റ്റുകളും ഇപ്പോൾ ടെലിഗ്രാമിലുള്ള 90% ഇപ്പോൾ സ്കാമാണ്. പുതിയതായിട്ട് വല്ല ബോട്ട് വരികയാണെങ്കിൽ കയറാതിരിക്കുക. വെറുതെ പൈസ കൊടുക്കരുത്. ചുമ്മാ നിങ്ങൾ കയറുക. ഒരു പൈസ പോലും കൊടുക്കല്ല. ഒരു കാശ് പോലും ഇടരുത്. വെറുതെ സമയം കളയാണ്ട് ഇതുകൂട്ടുള്ള പ്രൊജക്റ്റുകൾ ഇപ്പോൾ കമ്മ്യൂണിറ്റി ഗെയിം അങ്ങനെയുള്ള വെബ്സൈറ്റ് ടെസ്റ്റ്നെറ്റ് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യാം. അപ്പം ടെലിഗ്രാമിനെ ഒന്നും നമ്മൾ കൂടുതലൊന്നും ഒരിക്കലും ഫോക്കസ് ചെയ്ത് വെറും സ്കാമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. 0.1 ടോൺ കൊടുക്കാൻ പറയും. അപ്പോൾ എന്നും ഇത് കൊടുത്ത് അവർക്ക് ആ ഒരു എമൗണ്ട് കിട്ടും. അവർക്കത് ബെറ്റർ തന്നെയാണ്. ഓക്കെ, അല്ലാതൊന്നും അവരുടെ ഇത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇവർ വേണമെങ്കിൽ പറയാം. അതൊന്നും കാര്യമില്ല. ഇവർ മാക്സിമം ഈ ടെലിഗ്രാമിലുള്ള പ്രൊജക്റ്റുകളെല്ലാം ഇറക്കുന്നതിൻ്റെ അവരുടെ ഉദ്ദേശം മാക്സിമം ഇങ്ങനെ ഫാമേഴ്സിൻ്റെ പണം മേടിക്കുക. അതൊരു സ്കീമായിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഇതിലൊന്നും ചെന്ന് ചാടരുത്. വെറുതെ കാശ് കളയരുത്. ചുമ്മാ ലോഗിൻ ചെയ്ത കുഴപ്പമില്ല. വെറുതെ കാശ് കളയരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.